ഐഫോണിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി ഈ സെറ്റിങ്സ് അപ്ലൈ ചെയ്ത് വയ്ക്കുക. അതിനായി സെറ്റിങ്സിൽ ക്യാമറ എന്നൊരു ഓപ്ഷൻ എടുക്കുക. ശേഷം റെക്കോർഡ് വീഡിയോ എടുക്കുക. റെക്കോർഡ് വീഡിയോയിൽ നമ്മൾ 4K 60 FPS വേണം എപ്പോഴും വയ്ക്കുവാൻ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻഹാൻസ് സ്റ്റേബിലൈസേഷൻ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് ഷെയ്ക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ചെയ്യുന്നുള്ള ഓപ്ഷനാണ്, അതും ഓണാക്കി വയ്ക്കുക. HDRും ഓണാക്കി വയ്ക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ ഓണാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഓപ്ഷൻ ബാക്ക് അടിച്ചിട്ട് അടുത്തതായിട്ട് സ്ലോ മോഷൻ എടുക്കാനുള്ള സെറ്റിങ്സ് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. അതിനെ സ്ലോ മോഷൻ എടുത്തിട്ട് 120 നിന്നും ചേഞ്ച് ചെയ്ത് 240 FPS ഇടുന്നതായിരിക്കും സ്മൂത്തായിട്ട് സ്ലോ മോഷൻ വർക്ക് ചെയ്യാൻ നമ്മുടെ ക്യാമറയ്ക്കും ഗാലറിയിൽ നമുക്കത് എഡിറ്റ് ചെയ്യുമ്പോൾ നന്നായിരിക്കാൻ എന്നുള്ളത്. അടുത്തതായിട്ട് സിനിമാറ്റിക്കിൽ നമ്മളെപ്പോഴും 4K 30 FPS തന്നെ ഇട്ട് വയ്ക്കണം. എങ്കിൽ നമ്മൾ യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമിലുമെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിലേ പോകുള്ളൂ. അടുത്ത റെക്കോർഡ് സൗണ്ട്, ഇതിൽ നിങ്ങൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്തതായിട്ട് ഫോർമാറ്റ് നമ്മൾ എപ്പോഴും ഹൈ എഫിഷ്യൻസിയിൽ തന്നെ വെക്കണം. കാരണം നമ്മളെ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി ഹൈ എഫിഷ്യൻസിയിൽ ഇട്ടാൽ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം അതുപോലെ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രിസർവ് സെറ്റിങ്സ്, ഇതിൽ നമ്മൾ ക്യാമറ മൗണ്ട്, ക്രിയേറ്റീവ് കൺട്രോൾ, ഡെപ്ത് കൺട്രോൾ, മാക്രോ കൺട്രോൾ, അതുപോലെ തന്നെ നൈറ്റ് മോഡ്, പോർട്രേറ്റ്സും നമ്മൾ ഓണാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് സൂമിങ് ഓപ്ഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ ആക്ഷൻ, പ്രോ റെസൊല്യൂഷൻ കൺട്രോൾ, ലൈവ് ഫോട്ടോ, ഇതെല്ലാം നമ്മൾ ഓണാക്കി വെച്ചാൽ നമുക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷനാണ് അടുത്തായിട്ട് ഫോട്ടോഗ്രാഫി സ്റ്റൈൽ. നമുക്ക് പല റെസൊല്യൂഷൻ സ്റ്റൈൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളത് ഒറിജിനൽ കണ്ണിൽ തന്നെ ഇട്ട് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്ററായിട്ട്. ഈ സെറ്റിങ്സ് എല്ലാം അപ്ലൈ ചെയ്ത ശേഷം നോർമൽ നമ്മളുടെ ക്യാമറ റോ മാക്സ് ക്യാമറയിൽ ഓണാക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതതുപോലെ തന്നെ 4K 60 FPS വീഡിയോ ആണ്. ഇതിന് ക്വാളിറ്റി നമ്മളിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നന്നായിട്ടായിരിക്കും ക്വാളിറ്റി കിട്ടുക. സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ അവിടെ ലോഡാണ്, നമ്മളത് ഓണാക്കി കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ആവുന്നതാണ്. അതുപോലെ തന്നെ പോർട്രേറ്റ് സൂമിങ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പോർട്രേറ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ സാധിക്കുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴായാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ സ്റ്റുഡിയോ ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളതെപ്പോഴും ഒറിജിനലി ക്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യുമ്പോഴെല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് പോർട്രേറ്റിൽ സൂം ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സൂം ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി. അതുപോലെ തന്നെ ഇത് 4K എടുക്കുന്ന വീഡിയോ ആണ്. സിനിമാറ്റിക് മോഡിൽ 4K എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇതിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ എടുത്ത ശേഷമായാലും ബ്ലറായ ഓപ്ഷൻ നമുക്ക് ഫോക്കസ് ആയ ഓപ്ഷൻ നമുക്ക് ബ്ലറും ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സിനിമാറ്റിക് മോഡിൽ 3x ഇപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോക്കസ് നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ തൊട്ട് ഫോക്കസും വരുന്നതായിരിക്കും. അപ്പോൾ സെറ്റിങ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി 4K ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ലൈറ്റുള്ള അടുത്ത് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി നന്നായിട്ട് കൂടും.